അതിങ്ങനെയാണ് എന്നുള്ള അവസ്ഥ. കാരണം ആ കാത് കുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ബോധമൊന്നുമില്ല. ഇന്ന് ഞാൻ യാത്ര തുടങ്ങുന്നത് നമ്മുടെ വയനാട്ടിലൂടെ. മനോഹരമായ വയനാട്, പ്രകൃതി ഭംഗി വേണ്ടുവോളം വാരിക്കോരി ദൈവം കൊടുത്തിട്ടുള്ള വയനാട്, നമ്മുടെ സ്വന്തം വയനാട്ടിലൂടെ. കുറിച്യരെക്കുറിച്ച് കൂടുതൽ അറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എൻ്റെ യാത്ര. അങ്ങനെ എൻ്റെ യാത്ര ചെന്നെത്തിയത് 100 വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാട്ടിലേക്ക്. വൈക്കോല് കൊണ്ട് മേഞ്ഞ ഒരു പഴയ തറവാട്, ചാണകം മെഴുകിയ മുറ്റം. ഇപ്പോഴും ഈ തറവാട് പഴമയോടുകൂടി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏത് കാലാവസ്ഥയിലും ഒരേപോലത്തെ ടെമ്പറേച്ചർ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പഴമ ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഇവർ ഇത് സൂക്ഷിക്കുന്നു. പഴയകാലത്തെ ചിരവ, അരി അരയ്ക്കുന്നതിനുള്ള കല്ല് എല്ലാം ഇപ്പോഴും പഴമയോടുകൂടി തന്നെ ഈ തറവാട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നു. പിന്നീട് ഞാൻ പോയത് ആദ്യത്തെ ഓടുമേഞ്ഞ കുറിച്യർ തറവാട്ടിലേക്കായിരുന്നു. ഈ തറവാടും ഈ തറവാട്ടിൽ താമസിക്കുന്ന ആളുകളും എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. അവർ എനിക്ക് കുറിച്യർ സമൂഹത്തിലെ ഒരുപാട് കഥകൾ എന്നോട് പറഞ്ഞു. ഈ കഥകളെല്ലാം കേട്ട് ഞാൻ ആശ്ചര്യത്തോടു കൂടി അവരുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവർ പറയുന്ന ഓരോ കഥകളും എനിക്ക് പുതിയ അറിവുകളും അനുഭവവുമായിരുന്നു. ചില കഥകൾ എന്നെ ആശ്ചര്യപ്പെടുത്തി, ചില കഥകൾ എൻ്റെ കണ്ണു നനയിപ്പിച്ചു. വളരെ മനോഹരമായ കുറിച്യർ തറവാട്. ഈ തറവാടിനുമുണ്ട് ഒരുപാട് കഥകൾ, പഴമയുടെയും പുതുമയുടെയുമായ കഥകൾ. അത് ഈ കുന്ന് മറിഞ്ഞതുകൊണ്ട് കുന്നം കുറിച്ചതാക്കി പഴശ്ശി, കോട്ടയം രാജാവിൻ്റെ കയ്യിലെ ഞങ്ങളുള്ളത്. അവിടെ നിന്ന് പഴശ്ശി തമ്പുരാനെ ഈ കോട്ടയത്തിന് കൊണ്ടുവന്നത് പടമടക്കാൻ വേണ്ടി. അപ്പം ഈ കോഴിക്കോട് ചുരത്തിൽ അവരങ്ങോട്ട് കയറ്റി വിട്ടിട്ടില്ല ഭട്ടണ. പിന്നെ ഈ മൈസൂർ വഴി വന്നതാണ് നമ്മളെ പറ്റിച്ചത്. വില്ലും അമ്പും എടുത്തിട്ട് വരുമ്പോൾ ഇവർ പെട്ടിയും പ്രമാണവും ഒക്കെ ആയിട്ട് വന്ന. അപ്പോൾ പടമടക്കിയിട്ട് വരുമ്പോൾ ഇവർ ഭൂമിയൊക്കെ ഓലെ കയ്യിലാക്കി നായന്മാർ. അങ്ങനെയാണ് അട്ടിമറിഞ്ഞത്. എല്ലാ കുറിച്യർ തറവാട്ടിലും ഒരു ദേവപ്പുര ഉണ്ടായിരിക്കും. വളരെ വൃത്തിയോടുകൂടി വളരെ മനോഹരമായി അടുക്കും ചിട്ടയുമായി കാത്തു സൂക്ഷിക്കുന്ന ദേവപ്പുര. കുറിച്യരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിവാഹം വയസ്സറിച്ചൽ ചടങ്ങാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാലുള്ള അതിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് പ്രധാനം. ഈ കെട്ട് കല്യാണത്തിനേക്കാളും ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന വലിയ കല്യാണം വയസ്സറിക്കുന്നത്. അത് കഴിഞ്ഞ് കെട്ട് കല്യാണം ഒരു പ്രചാരം കുറവാണ് പണ്ട് കേട്ടോ. പണ്ട് അങ്ങനെ ഒന്നുമില്ല. പണ്ട് വയസ്സറിക്കൽ ചടങ്ങ് കഴിഞ്ഞാൽ ആ കുട്ടീനെ നാളെ കൂട്ടിക്കൊണ്ടുപോകില്ല, ആ ഒരു ചടങ്ങാണ്. ഇന്നത്തെ പോലെ ആർഭാടമൊന്നും പണ്ട് കാലത്തില്ല. ഇല്ല. ഈ അമ്മ ഇവരൊക്കെ ഇങ്ങനെ ഇതേപോലെ അച്ഛനൊക്കെ ഇവിടെ പശു ഇതിനൊക്കെ നോക്കാൻ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തന്നെ കല്യാണം കഴിച്ച് അങ്ങനെ പണ്ട് കാര്യനെ നോക്കാൻ വേണ്ടിട്ട് പണ്ട് കാലത്ത് കുറേ കുട്ടികളുണ്ടാവും. എന്നിട്ട് പന്തലൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പഴുത്ത പോലെ കെട്ടി തൂക്കിയിട്ട് ആ കുട്ടികളാണ് കൊല പൊളിച്ച് എറിയുന്നത്, കായ് പൊളിച്ചെറിയുന്നത് പഴുത്ത പോലെ. അപ്പോൾ അതിനെ എനിക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇറക്കി കൊണ്ടുപോകണം. അതാണ് പണ്ടൊരു കല്യാണം. അന്ന് ഇവർക്ക് ഇഷ്ടപ്പെട്ടത് ആരാണോ അയാളെ കൂടി. പെണ്ണിന് ഇഷ്ടമുണ്ടോന്ന് പോലും അന്ന് ചോദിക്കലില്ല. ഒരുപാട് കുടുംബങ്ങളുണ്ട് കുറിച്യ സമുദായത്തിന്. അതുപോലെ തന്നെ ആ കുടുംബങ്ങൾക്കൊക്കെ ഓരോ തറവാടുണ്ട്. ആ വലിയ തറവാടിന്റെ കീഴിൽ കുഞ്ഞു കുഞ്ഞു വീടുകളും ഉണ്ട്. എൻ്റെ ഒക്കെ കാതൂത്ത് കല്യാണമായിരുന്നു. ഞങ്ങൾ ഇതിൽ അങ്ങനെ ഒരു ചടങ്ങും കൂടിയുണ്ട്. അത് പറഞ്ഞു വെക്കുന്നയാ. അതായത് ചെറുപ്പത്തിൽ ഇതിൽ അച്ഛനും അമ്മയും പറഞ്ഞു വെക്കുന്ന ഒരു രീതി. കുട്ടീൻ്റെ വയസ്സറക്കൽ കല്യാണം, കാതൂത്ത് കല്യാണമൊക്കെ ആയിട്ട് നടത്താന്നൊക്കെ പണ്ടിങ്ങനെ പറഞ്ഞു വെക്കുന്നു. ആ ഒരു രീതിയിൽ വയസ്സറക്കൽ ചടങ്ങ് കഴിച്ച ആളാണ് എൻ്റെത്. ആ ഒരു പ്രായപൂർത്തിയായ സമയത്ത് ഞാൻ 8-9 ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു പ്രായപൂർത്തിയായ. ആ സമയത്തായിരുന്നു എൻ്റെ കല്യാണം നടന്നത്. ഇത് വലിയൊരു അനുഭവമാണ്. കാരണം നമ്മൾ ഈ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ, കാതൂത്തിൽ കല്യാണം എന്നൊക്കെ. പക്ഷെ നേരിട്ട് അനുഭവം വന്നപ്പോൾ അതിങ്ങനെയാണ് എന്നുള്ള അവസ്ഥ. കാരണം ആ കാത് കുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ബോധമൊന്നുമില്ല. നാരകമുള്ള ചെവിയിൽ വെക്കുന്നത്.
വെച്ചിട്ട് അതിന്റെ മേലെ ഒലക്ക് വെക്കും. എന്നിട്ട് ബേക്കുന്ന ഒരാൾ തേങ്ങേനെ കൊണ്ട് ഒറ്റ അടിയാം. അപ്പോഴത്തേക്കും കറക്റ്റ് ഇതായിരുന്നു. നല്ല മൂത്ത നാരകമുള്ളായിരിക്കും. അന്നാണ് ആ കല്യാണം, അന്ന് കാതുകുത്തി അന്ന് കമ്മലിട്ടതാ എന്റെ ഒക്കെ. അതുവരെ എനിക്ക് എന്റെ കമ്മലും കാതുകുത്തും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അതിന്റെ ഒരു വേദന ആ ഒരു ശരിക്കും പറഞ്ഞാൽ അന്ന് 2-3 ദിവസം ആ ഒരു വേദന നല്ല ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ കുത്തുന്ന പോലല്ല. പക്ഷെ പിന്നെ അത് കുഴപ്പമില്ല. നമ്മളൊരു കഷ്ണം, എൻ്റെ ഒക്കെ കാതെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള കാതായിരുന്നു അന്ന് ആ പ്രായപൂർത്തിയായ സമയത്തൊക്കെ. അപ്പോൾ ഒരു കുത്തുമ്പോൾ ഒരു കഷ്ണം തെറിച്ചു പോകുന്ന പറയുമ്പോൾ സാധാരണ കുത്തുമ്പോൾ നമുക്ക് അത്രയും കഷ്ണം പോകില്ലല്ലോ. ഇതൊരു കഷ്ണമായിട്ട് ആ കഷ്ണം ശരിക്കും നമുക്ക് കാണാൻ പറ്റും തെറിച്ചു വീഴുന്നത്. പിന്നെ അത് കുത്തി കഴിഞ്ഞപ്പോൾ ബോധമൊന്നുമില്ല, നമ്മള് ബോധമൊക്കെ ഒന്ന് പോയി പോകും. അങ്ങനെ ഒരു അനുഭവം നന്നായിട്ടുണ്ടായിരുന്നു. പൊതുവെ നമ്മളെ വയസ്സറിക്കൽ ചടങ്ങിന് ഞങ്ങൾക്ക് മെയിൻ കാട്ടിറച്ചി, പുഴമീൻ, ഇത് രണ്ടും നിർബന്ധം. പക്ഷെ ഇന്നിപ്പോ ഈ പറഞ്ഞ നമ്മുടെ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടിപ്പോ പൊതുവെ എല്ലാ സ്ഥലത്തും ഈ ഇറച്ചി മീനും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, കിട്ടൂല. തീണ്ടിക്കൂടായ്മ നിലനിൽക്കുന്ന ഒരു കാലം. കാരണം കുറച്ചേർക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. ഈ ശരിക്കും പറഞ്ഞ ഈ വീടൊക്കെ ഈ കുന്നിന്റെ മണ്ടേ കെട്ടിയതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. അത് അന്നത്തെ അവരുടെ ആ കാഴ്ചപ്പാട് 2 കാഴ്ചപ്പാടാണ്. ഒന്ന് അവര് ഈ പറഞ്ഞ ചിന്താഗതി, അവര് വളർന്നു വന്ന ജീവിത സാഹചര്യം അങ്ങനെ. പക്ഷെ അവര് അതിൽ തന്നെ രണ്ടാമത് ചിന്തിക്കാനുള്ള ഒരു കാര്യം ശുദ്ധമായിട്ട് അകത്തേക്ക് കയറുക എന്നുള്ളത്. ഇന്നും മനസ്സിനെ കുളിരണിയിക്കുന്ന പഴയ തലമുറയുടെ കാണാ കാഴ്ചകൾ. പിന്നീട് ഞാൻ പോയത് തോണിച്ചാലിലേക്കായിരുന്നു, കുറിച്യരുടെ ഉത്സവം കാണുന്നതിന് വേണ്ടിയിട്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മലങ്കാരി ദേവീക്ഷേത്രം. ഇനി കുറച്ച് ഉത്സവ കാഴ്ചകൾ. പരിസരത്ത് 2-3 പാദരക്ഷകൾ കാണുന്നുണ്ട്. അത് വെച്ചവർ എടുത്തില്ലെങ്കിൽ കമ്മിറ്റിക്കാർ എടുത്തു മാറ്റുന്നതായിരിക്കും. ഈ ക്ഷേത്രത്തിലെ അതിപ്രധാനപ്പെട്ട